മണിക്കൂറുകളോളം ചാർട്ടിന് മുമ്പിൽ നോക്കിയിരുന്നിട്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും, എനിക്ക് വേണ്ടിയുള്ള ഒരു ട്രേഡ് മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങളോളം 10-14 മണിക്കൂർ ഓരോ ദിവസവും ചാർട്ടിന് മുമ്പിലിരുന്ന് ഓരോ ക്യാൻഡിൽസും ക്ലോസ്ലി വാച്ച് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വർഷങ്ങളോളമുള്ള ഡാറ്റ ഒരുമിച്ചിരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് മടുത്തിരിക്കുന്ന പലരും ഉണ്ടാവും. ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതായത് 5 മിനിറ്റിലും 15 മിനിറ്റിലൊക്കെ ചാർട്ട് എടുത്ത് ഹവർലി ക്യാൻഡിലെല്ലാം എടുത്തിട്ട് മണിക്കൂറുകളോളം എണ്ണമറ്റത്രയും സമയം ചാർട്ടിന് മുമ്പിൽ ഇരുന്ന് ഉള്ളിലുള്ള വിശ്വാസം എന്താണ്, എന്നെങ്കിലും ഒരു ദിവസം ഒരു ഗോൾഡൻ പാറ്റേൺ അല്ലെങ്കിൽ ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണോ ഒരു ഗോൾഡൻ സ്ട്രാറ്റജിയോ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് ധരിച്ചിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം എന്ന് പറയുന്നതായിരിക്കും ശരി, ചാർട്ടിന് മുമ്പിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാനും. അതുപോലെ പലരും ചെയ്തിട്ടുണ്ടാവും. പലർക്കും ഡിനൈ ചെയ്യാം, പക്ഷേ അതാണ് ട്രൂത്ത്. പലരും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫൂളിഷ്നെസ് ആണ്. ഞാനും അതെ. ഒരു സമയത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എണ്ണമറ്റ സമയം ചാർട്ടിന് മുമ്പിൽ സ്പെൻഡ് ചെയ്തത് ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു. കാരണം വിത്തൗട്ട് മാക്രോ ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിം ഡയറക്ഷൻ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ എത്ര സമയം ചാർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. ആ ഒരു റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്ന സമയം നമ്മൾ ചാർട്ടിൻ്റെ മുമ്പ് നിന്ന് മാറിയിരിക്കാൻ ശ്രമിച്ചോളൂ. അവിടെ മുതലാണ് നമുക്ക് ട്രേഡിങ്ങിൽ ഒരു എഡ്ജ് വന്നു തുടങ്ങുന്നത്. ഈ ചാർട്ടിൻ്റെ മുമ്പ് നിന്ന് മാറിയിരിക്കാനുള്ള ആ ഒരു ഐഡിയ നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. നമുക്ക് ഒരു ഗോൾഡൻ സ്ട്രാറ്റജി കിട്ടൂല, നോബഡി ക്യാൻ. കിട്ടൂല എന്ന് നമ്മൾ റിയലി 100% അങ്ങ് വിശ്വസിക്കുക. അതോടെ നമ്മൾ ഒരുപാട് ഓവറായിട്ട് മാർക്കറ്റിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് നിൽക്കും.